സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സിന്റെ സമരം തുടരുന്നതിനിടെ AG's ഓഫീസിലേക്ക് CITU മാർച്ച്. ആശാ വർക്കേഴ്സിന്റെ പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണ് എന്നാരോപിച്ചുകൊണ്ടാണ് CITUവിന്റെ സമരം. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാ വർക്കേഴ്സ് സമരം തുടരുന്നതിനിടെ ഒരു ബദൽ സമരം എന്നുള്ള നിലയിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് CITUവിന്റെ സമരം നടക്കുകയാണ്. വിശദാംശങ്ങൾ എന്താണ് സലീം? റിജിത്ത്, 19ാം ദിവസത്തിലേക്ക് ആശാ വർക്കേഴ്സിന്റെ സമരം കടക്കുന്നതിനിടയിലാണ് AG's ഓഫീസിലേക്ക് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധവുമായി ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITUവിന്റെ സമരം എത്തിയിരിക്കുന്നത്. വലിയ ആൾക്കൂട്ടം CITUവിന് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആശാ വർക്കേഴ്സിലെ വലിയ പങ്കാളിത്തം CITU സമരത്തിനുമുണ്ട്. ഈ സമരം ആശാ വർക്കേഴ്സ് സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരത്തിന് തൊട്ടുചേർന്നാണ് AG's ഓഫീസുമുള്ളത്. ആ AG's ഓഫീസിലേക്കുള്ള സമരത്തിൽ വലിയ ആൾക്കൂട്ടമുണ്ട്. മാത്രമല്ല ആശാ വർക്കേഴ്സിന്റെ സമരം നടത്തുന്നതിന്റെ റോഡിന്റെ മറുവശത്തോടു കൂടി ഇവർ മുദ്രാവാക്യവുമായി കടന്നു വന്നപ്പോൾ വലിയ ഉച്ചത്തിൽ ആശാ വർക്കേഴ്സ് 19 ദിവസമായി സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ് CITU പ്രവർത്തകരെ നോക്കി മുദ്രാവാക്യം മുഴക്കിയിരുന്നു. അങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധവുമായി, സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെ ഒരേപോലെ പ്രതിഷേധവുമായി ആശാ വർക്കേഴ്സ് 19ാം ദിവസം സമരത്തിലേക്ക് തുടരുമ്പോഴാണ് CITU ആശാ വർക്കേഴ്സിനെ എത്തിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ മറ്റൊരു സമരം നടത്തിയിരിക്കുന്നത്. ചേച്ചി, എവിടെ നിന്നാണ് വരുന്നത്? കടകംപള്ളി. ഈ തൊട്ടപ്പുറത്തൊരു 19 ദിവസമായ ആശാ വർക്കേഴ്സ് സമരം നടത്തുന്നുണ്ട്. ആ സമരത്തിന് അനുകൂലമാണോ? ആശാ വർക്കർമാരുടെ ഇതിൽ അനുകൂലമാണ്. പക്ഷെ ആ സമരത്തിൽ ചേച്ചി പങ്കെടുത്തിരുന്നു? ഇല്ല. ഈ സമരത്തിനാണോ നിങ്ങൾക്ക് ആനുകൂല്യം തരേണ്ടത്? ഇപ്പൊ ആരുടെ പിഴവാണ് എന്നുള്ളതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? കേന്ദ്ര സർക്കാരിന്റെ. നിങ്ങൾക്ക് ഈ ഓണറേറിയം കിട്ടിയിരുന്നോ? റിജിത്ത്, വലിയ പങ്കാളിത്തം അവരുമായി ബന്ധപ്പെട്ട് ഉണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നായുള്ള പ്രവർത്തകരെ ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് CITU. സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു.